അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ അവൾ പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. അതെ, ഒന്നാമത് ഞാൻ പറയുന്നത് തഗ്ഗല്ല, ഞാൻ പറയുന്നത് മറുപടിയാണ്. അത് തഗ്ഗായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഇത്തരം പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. ആളുകൾ പലതും പറയുന്നുണ്ട്, ആളുകൾ അങ്ങനെ പലതും പറയും, അവർക്കൊക്കെ പിന്നെ എന്താ പണി? അവരാഗ്രഹിക്കുന്ന ഉത്തരമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്വഭാവം ആണ്. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. എന്റെ വേ ഓഫ് റിയാക്ടിംഗ് എന്ന് പറയുന്നത് സർക്കാസമാണ്. സർക്കസം അങ്ങനെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. ഈ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളേണ്ടത് അത് കൊള്ളുകയും ചെയ്യും. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഞാൻ എത്രത്തോളം കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും ഇരുന്ന എന്റെ ചുറ്റിലും എന്റെ ബാക്കിലിരുന്ന ഒരാൾ എന്റെ ഫോട്ടോ വീഡിയോ എടുത്താൽ എനിക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? വായടയ്ക്കൂ, പണിയെടുക്കൂ, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അടുത്ത പ്ലാൻ എന്താണ് നിഖിലയുടെ? സിനിമയിൽ അഭിനയിക്കാൻ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങളിത് കൂട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ട്, തന്നെയാണ് പണി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈമയ്യവ് പോലൊരു സിനിമ തിയേറ്ററിലുണ്ട്, അറ്റ് ദ സെയിം ടൈം പുലിമുരുകൻ പോലൊരു സിനിമ തിയേറ്ററിലുണ്ട്. ഓക്കെ, രണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ട് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ. വിച്ചുണ്ടില്ലയോ, ആദ്യം ഏത് കാണും? അതാണ് ചോദ്യം. എനിക്ക് ആദ്യം വീട്ടിനടുത്തുള്ള തിയേറ്ററിൽ ഏതാണ് അതായിരിക്കും ആദ്യം കാണാൻ പോകും. ഒരു കേട്ടേൽവി ഉള്ളതെന്ന് പറയുന്നത് എമ്പുരാനില് ദുൽഖറുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സത്യമാണോ വക്കീല്? അറിയാലോ. നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ? അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. അമ്മാസങ്ങളെ ചില കാര്യങ്ങൾ മൗനമായപ്പോഴും അന്നത്തെ കോടതി നേരിട്ട് അമ്മയെ ഇതിനകത്ത് കക്ഷി ചേർക്കും. ആ നിലയിലേക്ക് വരെ ഇന്ന് കോടതി എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ആ നിലയ്ക്ക് വരെ കോടതി എത്തിയിട്ടുണ്ട്. ഞാൻ എന്താ മറുപടി പറയണ്ട? എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. അത് ഓർമ്മയില്ലാന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ? എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഇതാണ് ഈ നഗരം. ഒരു വശത്ത് എമ്പുരാൻ ഒരു 500 കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്നൊക്കെ ഒരു ഗോസിപ്പ് ഉണ്ടല്ലോ. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഓഹോ. മറുവശത്ത് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്. നിഖിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. നിഖിലയുടെ സിനിമയിലാണ് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ത്യൻ പൗരന്മാരല്ലേ? അതാ വിദ്വാന്റെ ലക്ഷണം, ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനിങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.